2024 ഫെബ്രുവരി മാസം യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് PSC മെയിൻ എക്സാം നടത്തുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിലിമിനറിയുടെ റിസൾട്ട് ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നതാണ്. ഒരാഴ്ചയ്ക്കകം തന്നെ ഇതിൻ്റെ റിസൾട്ട് വരുമെന്നാണ് പലരും പറയുന്നത്. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടത്തിയത്. ഇതിൻ്റെ പ്രിലിമിനറി, നൈറ്റ് വാച്ച്മാൻ തുടങ്ങിയ മറ്റ് പോസ്റ്റുകളോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രിലിമിനറി പ്രാഥമിക പരീക്ഷയായിട്ട് 10 ലെവലിൽ നടത്തി. ഇത് ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്ന പോസ്റ്റ് PSC വിളിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഡിഗ്രിക്കാർക്ക് എഴുതാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ ആ ടൈമിൽ ഡിഗ്രി കിട്ടിയ ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ കുറഞ്ഞതും കൂടുതൽ ആൾക്കാർക്ക് പ്രതീക്ഷയുള്ളതുമായിട്ടുള്ള ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന പോസ്റ്റ്. നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ 4-5 ഘട്ടമായിട്ട് നടത്തിയ ഇതിൻ്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് 40 മാർക്കിനാണ് പൊതുവിജ്ഞാനം ഉള്ളത്. അതുപോലെ തന്നെ കറണ്ട് അഫെയർ 20 മാർക്കിനുണ്ടായിരുന്നു. സയൻസ് 10 മാർക്കിനും പൊതുജനാരോഗ്യം 10 മാർക്കിനും മാത്സും മെൻ്റൽ എബിലിറ്റിയും 20 മാർക്കിനും ചോദിച്ചൊരു പരീക്ഷയായിരുന്നു. നമ്മൾ എല്ലാ ഘട്ടം നോക്കുകയാണെങ്കിൽ ചില ഘട്ടങ്ങൾ കൂടിയും ചില ഘട്ടങ്ങൾ കുറഞ്ഞുമാണ് ഇരുന്നത്. അതിനുള്ള കൺസിഡറേഷൻ പല ഘട്ടങ്ങളിലും കൊടുക്കുമായിരിക്കും. ഉദാഹരണത്തിന് 2ാം ഘട്ടമൊക്കെ ഒരുവിധം എളുപ്പമായിരുന്നു, എന്നാൽ 3ാം ഘട്ടം മറ്റുള്ള ഘട്ടങ്ങളെ അപേക്ഷിച്ചൊക്കെ ഇത്തിരി പാടുള്ള ഘട്ടങ്ങളായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള മാർക്കിൻ്റെ കൺസിഡറേഷൻ PSC നൽകുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പരീക്ഷയുടെ ഒരു ആവറേജ് മാർക്ക് എടുത്താൽ ഒരുവിധം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു 65 മാർക്ക് കിട്ടുന്ന രീതിയിലാണ് പരീക്ഷ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ധാരാളം ആൾക്കാർ അപേക്ഷിച്ചൊരു എക്സാമും എന്നാൽ കുറച്ച് വേക്കൻസികളേ ഉള്ളൂ അങ്ങനെ ഒരു എക്സാം ആയതുകൊണ്ട് എന്തായാലും 60-നും 65-നും മുകളിലോട്ടായിരിക്കും കട്ട് ഓഫ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി അധിക നാൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല, കാരണം ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ റിസൾട്ടിന് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളവർ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർ മറ്റുള്ള പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ തയ്യാറായി എടുക്കുന്നതായിരിക്കും ഇനി പരീക്ഷ എഴുതി ജയിക്കണമെന്നുള്ളവർക്കുള്ള ഇതെന്ന് പറയുന്നത്. ഇത് കിട്ടില്ലെന്ന് തോന്നുന്നവർക്കും പഠിച്ച് തുടങ്ങുന്നതിന് തെറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി ഉടനെ LGS വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ പരീക്ഷ നടക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്.